നിലപാടുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചില ആളുകൾക്ക് അതില്ല. അപ്പോ നിലപാടുണ്ടാവുക പ്രധാനമാണ്. ആ നിലപാട് മനുഷ്യപക്ഷമാവുക എന്നേ ഉള്ളൂ. നിങ്ങൾ ഏത് പാർട്ടിയിലും പെട്ട ഒരാളാവട്ടെ, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്തതകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്നാൽ പൊതുവായ കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർ, അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ, മുറിവേൽക്കുന്ന മനുഷ്യർ, കുടിയിറക്കപ്പെടുന്ന മനുഷ്യർ, ആട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യർ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ രണ്ട് നിലപാടിന് പ്രസക്തിയേയില്ല. അവരോടൊപ്പം നിൽക്കുക, ഐക്യദാർഢ്യപ്പെടുക, എല്ലാ ഹിംസയെയും എതിർക്കുക, ഇതൊക്കെ സാർവലൗകികമായി, സാർവത്രികമായി, സാർവജനീനമായി നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളാണ് എന്ന് ഞാൻ കരുതുന്നു. അതിലെവിടെയാണ് പിശക് എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ഓരോ നിലപാടും മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ നിലപാടാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ ഇതുവരെ സ്വീകരിച്ച ഒരു നിലപാടും ഞാൻ തിരുത്തിയിട്ടില്ല, ഇന്നുവരെ തിരുത്തിയിട്ടില്ല. എതിർപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ തിരുത്താത്തത് എന്തെങ്കിലും ഞാൻ മേനിനടിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ തിരുത്തില്ല, അങ്ങനെയല്ല. പെശകായ ഒരു നിലപാട് സ്വീകരിച്ചു പോയാൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചിലപ്പോൾ മനുഷ്യരാണ്. അത് തിരുത്തും, ഏറ്റുപറയും, അതിനൊരു മടിയുമില്ല. ജനങ്ങളുടെ മുൻപാകെ ഇങ്ങനെ ഒരു പെശക് സംഭവിച്ചു അത് തിരുത്തും, അങ്ങനെയാണ് വേണ്ടത് മനുഷ്യർ. പക്ഷെ ഇന്നോളം അങ്ങനെ എനിക്ക് വന്നിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആ നിലപാടിൽ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നു. അത് ശരിയായ നിലപാടാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതിനെ വേണമെങ്കിൽ വക്രീകരിക്കാം, അടർത്തി മാറ്റാം, സന്ദർഭത്തിൽ നിന്ന് മാറ്റാം, പിന്നെ തെറ്റായ കാര്യങ്ങൾ തിരികെ കയറ്റാം. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ എതിർത്തിട്ടില്ല. ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു നടപടിയെയും എതിർത്തില്ല. ഭീകരവാദത്തെ അതിശക്തമായി എതിർത്തു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിൽ പാകിസ്ഥാനെ എതിർത്തു. പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനി ജീവൻ പോയാലും എന്റെ ആഗ്രഹം അതാണ്. ലോകത്തിൽ യുദ്ധമുണ്ടാവരുത്. ആ ആഗ്രഹമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സൈന്യത്തിനും ആഗ്രഹമായിരുന്നു. ലോകത്തിലെ എല്ലാ സമാധാനകാംക്ഷികളും ആഗ്രഹമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിലെവിടെയാണ് ആർക്കാണ് ബോധ്യമാകാത്തത് എനിക്കറിയില്ല. ബോധ്യമാകാത്തവരെ കാലം ബോധ്യപ്പെടുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ.